ഭക്തരെ, പേരടിക്കുന്ന കൂത്രാല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ 3-ാം ഭാഗം ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. കാണുക, തുടർന്നുള്ള പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ഈ ഭാഗത്ത് രുക്മിണി സ്വയംവര ചടങ്ങുകളും ഭാഗവത പാരായണവും കേൾക്കാം. തുടർന്നുള്ള ആഘോഷ പരിപാടികളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണനെ കാണാൻ അതിന് തയ്യാറായിട്ട് എല്ലാവരും ഇരിക്കുക. ശ്രീകൃഷ്ണ വേഷമൊക്കെ കെട്ടിയ കുട്ടികൾ, ആ കുട്ടികളെ അവതാരം വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് ഇവിടെ വേദിയിലിരുത്താം, അല്ലെങ്കിൽ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. അങ്ങനെ ആ ശ്രീകൃഷ്ണ വേഷം കിട്ടിയവർ വായിച്ച് ദീപാരാധനയ്ക്ക് ശേഷം പറയാം. ആ സമയത്ത് ഇപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് ഉണ്ണിക്കണ്ണനെ നമ്മുടെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ അവതാര ശ്ലോകങ്ങൾ കേൾക്കുക. എല്ലാവരും കണ്ണടച്ച് ഭഗവാനെ ഒന്നിങ്ങനെ ധ്യാനിക്കുക. ഭഗവാന്റെ ആ കേശാദിപാദം എന്നിട്ട് പ്രാർത്ഥിക്കുക. ആ ഉണ്ണിക്കണ്ണനെ ഹൃദയത്തിൽ കാണണേ, അവതാര സ്വരൂപനെ അനുഭവമായിട്ട് തീരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവതാര പാരായണത്തിലേക്ക് പ്രവേശിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖലക്ഷ്മം ഗളശോഭിതൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലത്വിഷാ പരിഷക്ത സഹസ്രകുണ്ടലം ഉദ്ദാമകാജ്യംഗതകങ്കണാദിഭിർവിലോചമാനം വസുദേവായിക്ഷതം കാഞ്ചിപൂർജേരമാലാധന്യശ്രീവത്സസൽക്കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജവിധിവിലസുന്നാലുദൃക്കൈകളോട് സങ്കീർണ ശ്യാമവർണം ഹരിമഭ്രമണം മംഗളം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പുറത്തിറങ്ങിയിട്ടുള്ളൂ. പഞ്ചസാര പറ നിറക്കാനുള്ളവരൊക്കെ വരും. ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. അപ്പൊ പറ നിറക്കാനുള്ളവർ വേഗം വന്ന് ഓരോ പറകളായിട്ട് നിറച്ചു. സവിസ്മയോദ്ഭുതവിരോചനോ ഹരിം സുതം വിലോക്യാനകുതുംബിസ്തദ കൃഷ്ണാവതാരോത്സവ സംഭവോ സ്പൃശന്മുദാ വിജഭ്യോ ഇദമപ്ലോകവാം നമസ്തൗദവധാജി പൂരുഷം പരം നദാം വക്രദധികൃതാഞ്ജലി സരോജിഷാ ഭാരതസോദികാഗൃഹം വിരോചയന്തം യദഭി പ്രഭാവവിൽ. പല നിരക്കാൻ സാധിക്കുന്നവർക്കൊക്കെ നടക്കാം. മുമ്പ് റസീറ്റ് ആക്കിയില്ല എന്ന് പറഞ്ഞ് മേൽപോകിയിരിക്കരുത്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റസീറ്റ് എടുക്കാനുള്ള കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ കൊണ്ടു കൊടുത്താലും മതി. കൃഷ്ണാവതാരം ഇപ്പോൾ എടുക്കും. നാളെ രാവിലെ അധികം വൈകിട്ടുണ്ടാവില്ല. അപ്പോ കൃഷ്ണാവതാര സമയത്ത് പറഞ്ഞതൊക്കെ വിശേഷമാണ്. അതുകൊണ്ട് മനസ്സ് അവനോടുള്ളിൽ തോന്നുന്നെങ്കിൽ എല്ലാവർക്കും നടക്കാം, തോന്നുന്നവർക്കൊക്കെ നടക്കാം. ആ പറഞ്ഞാൽ മതി അവിടെ ഇന്ന് എന്ന് പറഞ്ഞ് നമുക്ക് സ്വയംവരത്തിന്റെ പറയും. അപ്പൊ കൃഷ്ണാവതാരത്തിന് പറ നടക്കാൻ ഇപ്പോഴാണ് സമയം. അത് അറിയിച്ചെന്ന് മാത്രം. സാധിക്കുന്നവരൊക്കെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും വന്ന് പറ നടക്കുക. വസുദേവ ഉവാച ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ടൈവ ഭാഗ്യസേ ഹേമേ വിഗതാഭാവസ്തഥാ ദേവിഗതൈസ്തഃ നാനാവീര്യാദ്ഭുതാദ്രാജം
സന്നിപത്യസമുൽപാദ്യ ദൃശ്യന്തേ നുഗതായിവ പ്രാഗൈവ വിദ്യമാനത്വാന്നദേഷാമിഹ സംഭവ ശ്രീധരേ നമഃ ഏവം ഭവാൻ ബുദ്ധ്യമേ ലക്ഷ്മേ ജ്ഞാതികേ ഗുണേ സന്നവികൽഗുണാഗ്രഹ അനാഹൃതത്വാൽമഹിരന്തരമുദേ സർവസ്യ സർവാത്മന ആത്മവസ്തുനഃ ആത്മനോ ദൃശ്യവിളക്ക് കത്തിക്കാനുള്ളവർക്ക് അവിടെ ദൈവത്തെ കൊണ്ടുവന്ന് പുറത്തു വെക്കാട്ടോ കസേരയിലേക്ക് ദൈവം വന്നിട്ടുണ്ടാവില്ല വിശേഷം പറഞ്ഞില്ലാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ആ സന്മനസ്സനായിട്ട് പറയുന്നു, അത് വന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ ബാക്കിയുള്ള സമർപ്പണങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം. എന്തായാലും ആ നെയ്വിളക്ക് സമർപ്പിക്കുന്നവർക്ക് നെയ്വിളക്ക് അവരവരുടെ കൈകൊണ്ടാണ് കൊടുത്തു വെക്കുന്നത്. അതിനൊരു മഹത്വം ഉണ്ടല്ലോ. കുട്ടികളെ കൊണ്ടൊക്കെ കൊടുത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ വലിയവർക്ക് വന്ന് നെയ്വിളക്ക് കൊടുത്ത് സമർപ്പിക്കാം. യാത്മനോ ദൃശ്യമേ വിനാനുപാദം സംയുക്ത വ്യക്തം ത്വയീശ്വരേ ബ്രഹ്മണി നോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചര്യതേ ഗുണൈഃ സത്വം ത്രിലോകസ്ഥിതയേ സ്വമഹിരാമഹർഷി ശുക്ലം ധരുവർണ്ണമാത്മന സർഗായ രക്തം രജസോ പരംഹിതം കൃഷ്ണം ജപം നമസാദനാത്തേ തമസ്യ ലോകസ്യ വിഭോരിരക്ഷുഷഗൃഹേ വദീർണോऽസി മമാഖിലേശ്വര രാജന്യ സംജ്ഞാസുരകോടിയൂധവേ അർന്നർവ്യൂഹ്യമാനാനിഹേഷ്യസൈ ച ഭൂ അയം ദസഭ്യസ്തവ ജന്മനോ ഗൃഹേഷു ത്വാഗ്രജാംസ്തേ നിവധിൽ സുരേശ്വര സദേവദാരം പുരുഷൈ സമർപ്പിതം ശ്രുത്വാ തുനൈവാഭിസരദ്വിദായുധ ശ്രീശുഭോവാച അധൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവകീ തമുപാധാവൽകം സാൽഭീതാ ശുചിസ്മിതാ ദേവക്യുവാചാരൂപം യൽ തൽപ്രാഹുരം യക്തമാദ്യം ബ്രഹ്മജ്യോതിരം നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം ഗിരീഹം സത്വം സാക്ഷാൽ വിഷ്ണു അഭ്യാത്മദീപഃ നഷ്ടേ ലോകേ ദിവരാർദ്ധാവസാനേ മഹാഭൂതേഷ്വാദിബോധം ഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാതേ ഭവാനേക ശിഷ്യതേ ശേഷസംജ്ഞ യോയം കാലസ്തസ്യതേ വ്യക്തമന്തോ ചേഷ്ടാമാഹുശ്രേഷ്ഠതേന വിശ്വം നിമേഷാതിർമത്സരാന്തോ മഹീയാൻ തന്ത്വേശാനം ക്ഷേമധാമാ പ്രവൃത്തിയേ മർത്യോ മൃത്യുർവ്യാളഭീതപരായൻ ലോകാൻ സർവാൻ നിർഭയം നാട്യഗച്ഛത് വൽപാദാബ്ജം പ്രാപ്യ യദർച്ഛയാദ്യ സ്വസ്ഥശേദേ മൃത്യുരസ്മാദഭൈതി സത്വം ഘോരാദുഗ്രശ്രേണാത്മജാന്നസ്ത്രാഹിത്രസ്താൻ ഭൃത്യമിത്രാസഹാസി രൂപം ചേദം പൗരുഷം ധ്യാനദൃഷ്ടിം മാ പ്രത്യക്ഷം മാം സദൃശാം വിശേഷഃ ജന്മദേ മയ്യസൗ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്ഭിജേ സമദ്ഭേ ഭവേദ്ദേ ലോകം സാഗമനീരതി വിശ്വാത്മന്നദോരൂപം അലൗകികം സംഘചക്രഗദാപത്മശ്രിയാജുഷ്ടം ചതുർഭുജം വിശ്വം യതേതര സ്വതനോ വിശാന്തേ യഥാ ഭഗവശം പുരുഷഃ പരോ ഭവാൻ വിഭക്തി സോയം മമ ഗർഭഗോ ഭൂതഹോ ത്രിലോകസ്യ വിഡംബനം ഹിതം ശ്രീ ഭഗവാൻ വാചാത്മേവ പൂർവസർഗേ വിഷ്ണുസ്വായം ഭവേ സതി തദായം സുതമാനാമ പ്രജാപതിരകൽമഷഃ യുവാം വൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാസർഗേ യദാ തദാ സന്നിയമ്യേന്ദ്രിയഗ്രഹമന്തേ പാസേ പരമം തഥാ മനുഷ്യമാതാതമഹിമ കർമ്മകാലഗുണാനോ സ്വസാനോ ശ്വാസരോധനതദ്ഭൂതമനോബലൗ ശിവപ്രവർണാനിരാഹാരാമുപശാന്തേന ചേതസാ മത്തകാമാനഭീപ്സന്തോ മദാരാധനമീവതോ ഏവം മാം തപ്യതോസ്തി വൃന്ദവ പരമദുഷ്കരം ദിവ്യപരിസഹസ്രാണി ദ്വാദശൈർമദത്മനോ തഥാവാം പരിദുഷ്ടോഹമൗരാവപുഷായവേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ചരതി ഭാവിതാ പ്രാപുരാസംവരതരാജ്ഞവയോ കാമദിൽസഹയാം മാതൃശോഭാമൃതസുതഃ അനുഷ്ടഗ്രാമ്യ വിഷയാ വനപത്യോജ ദമ്പതി നവപുരാ ദേവവർഗം
मे मोदितो मम माया मयुवां लब्ध्वा वरं सदृशं सुदं ग्राम्यान् भोगान् अहं जातां युवां नात्मनोरथो अदृष्ट्वान्यतमं लोके शीलौदार्यगुणैः समम् अहं सुदृढो वामभवं कृष्णगर्भ इति श्रुता हृदयेऽस्मिन् भवेदं वयते निम्बकं जातमं जातो भूयस्तयोरेव सत्यं मे व्यापृतं सत्यं दर्शनं रूपं प्राप्जन्मस्मरणाय नान्यदाल्पवं ज्ञानं मत्तिर्देन जायते युवां मां पुत्रभावेन ब्रह्मभावेन च सकल चिन्तयन्तौ कृतस्नेहो यास्येते मध्यदीपशुगौवाच इत्युक्त्वासीन् हरिस्तूष्णीं भगवान् आत्ममाया पित्रो सम्पश्यतो सद्यो बभूव प्रादशिशु सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ചിലക്കത്തൂർക്കാവിലമ്മയുടെ അവതാരം അതിനെയാണ് വർണ്ണിക്കുക. ഭദ്രകാളി ദേവിയായി യോഗമായ ദേവിയുടെ ആ അവതാരത്തെ വർണ്ണിക്കുന്നു. ചിലക്കത്തൂരിലുള്ള ആ പൂരാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അമ്മയുടെ പ്രാദുർഭാവം സുരം സമാധായ സസോതികാ ഗൃഹാൻ യദാ ബഹുഗന്തുമിയേഷദൈജ യാ യോഗമായ ജനിബന്ധജായ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ 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 നാരായണ സർവദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായേ ശ്രീ ശരത്വൂർത്താവലമേ ശരണം യാ യോഗമായ ഹാജരി നന്ദജായ പ്രത്യേ സർവൃദിഷു സർവവൃത്തിഷു ദ്വാസ്തേഷു പൗരേഷു വിശായിദേഷു ദ്വാരസ്തു സർവാപിഹിതാ ദുരത്യ ബൃഹൽ കവാടായ സഗീത ശൃംഖലേ കൃഷ്ണവാഹേ വസുദേവനാഥേ സ്വയം വിളവ്യരുന്ദ യഥാഹമോരവേ വർഷപർജന്യോപാംശു ഗർജിതാശേഷോന്നുകാൽ മാരി നിവാരേൻ ഭണൈഃ മധോനി വർഷത്യ സഹ്യമാനുജാ ഗംഭീരതോ യൗഘജോർമിഭേനില ഭയാനകാവർത്തശതാകുലാ നദീ മാർഗം ദദോ സിന്ധുരിവ ശ്രീയപ്പദേ ൃശം ശൗരിതുവേക്യതത്രതാൻ ഗോപാൻ പ്രസുപ്താൻ ഉപലഭ്യനിദ്രയാ സുതം യശോദാശനേധായ തൽസുതാമുപാദായ പുനർഗൃഹാനകാൽ ദേവക്യാശൈനേന്യസ്യ വസുദേവോ ദദാരികാം പ്രതിമുച്യ പദോർലോഹമാസ്തേ പൂർവവദാവൃതാ യശോദാനന്ദപത്നീ ജാതോ പരമബുദ്ധ്യതാത്മകല്ലിംഗം പരിശ്രാന്താവിദ്യയാ അപഗതസ്മൃതി യശോദാനന്ദപത്നീ ജാതം പരമ
ബുദ്ധ്യത അതലിംഗം പരിശ്രാന്ത നിദ്രയാ ഭഗവസ്മൃതി പരം അബുദ്ധ്യത നദലിംഗം പരിശ്രാന്ത നിദ്രയാ അപഗത സ്മൃതി നിദ്രയാ അപഗത സ്മൃതി നിദ്രയാ അപഗത സ്മൃതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ രാധേശ്യാം രാധേശ്യാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ പറഞ്ഞതൊക്കെ ഏകദേശം നീ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ തിരുവാതിരകളിലൊക്കെയാണ് അപ്പോ കസേര ഒന്ന് ഇവിടെ മുന്നിലേക്ക് മാറ്റി അതിന് തയ്യാർ നാരായണ നാരായണ രാധ ഗോവിന്ദ നാരായണ നാരായണ
യാത്രയായി നാരായണ 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 രാധാ ഗോവിന്ദ ദേവമാതി ദേവനായ ദേവകി സുരംബോനായി ദേവിയെ ഹരിച്ചു കൊണ്ടു യാത്രയായി ഭാരതപുരം ഗമിച്ചു സരസമൊത്തുവായി സക്ഷൻ ഗമിച്ചു കാണു സൗഖ്യമാ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 ശ്രീശുകവാച ഏവം ഭഗവതാ തന്വീരായേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാധേയേ ഏവം ഭഗവതാ തന്വീരാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാധയേ അവശേഷം സൃഷ്ട്വാ ദുഃഖഹരവരപ്രഭ സ്മരൻ വിരൂപകരണം തഥാത്മമനോരഥ ചക്രേ ഭോജഗതം നാമ നിവാസായ മഹൽപുരം അഹത്വാദുർമതിം കൃഷ്ണമപ്രത്യോഹ്യൈവീയസി കുണ്ടുലം പ്രവേക്ഷ്യാമി തുമ്വാ തത്രാവസത്പുഷാ ഭീഷ്മകസുതാ ഏവം പ്രചിദ്യഭൂമിവാൻ പുരമാണി അത്ഭുതം ഉപയേരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
കല്യാണമായി
മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നിർമ്മിക്കട്ടെ മന്മഥ മന്മഥൻ മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വിളി കഴിച്ചു വാണു ചെമ്മേയാൻ മംഗളം നേർന്നിടട്ടെ വൈദർഭി രുക്മിണി തമ്പൂരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം കൈവഴി ചെന്നതു ഭാഗ്യമായി പുണ്യം നീ ആർജിച്ചു 100 ജന്മം പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലയിലുയർന്നിടട്ടെ പ്രേമത്തോടൊന്നോ വിളിച്ചെന്നാകിൽ മാമയം തീർക്കുവാൻ കൃഷ്ണനയ്ക്കും കാലം പിടിച്ചു കരയുന്നോരേ പാടി പിടിച്ചവൻ കാലിച്ചിടും ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഗളം തീർപ്പന്മാരുക്മിണിക്ക് ദുഃഖവിനാശനം കാർവർണ്ണന്റെ ഉൾക്കൊണ്ടതായ പദത്തെ നൽകി എത്ര ശിശുപാലനുണ്ടായാലും എത്രയോ രുക്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്രിലോകത്തിൽ ഒഴിക്കുമാറുന്നു അമ്മകാനിങ്ങന്മാർ സജ്ജനങ്ങൾ പഞ്ചസവന്നിടും പാലിച്ചിടാൻ നമ്മോടെ സുന്ദര ബ്രഹ്മണനെ അമ്മ വരുത്തിയച്ചതല്ലോ താനിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂട്ടിക്കൊളുത്തി വിട്ട മോഹനമായ നേടി ലോകത്തിൽ മംഗളം നേർന്നിടനായി തീർത്തൊരു ദ്വാരകയിൽ ആത്മമുറങ്ങിടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വേദിച്ച പോലെ രുക്മിണിയെ കൂടി വെച്ചു ഭാഗ്യം ആറപ്പൂവാക്കില എന്നിവയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജ്ഞാനോദിയും പാവനമാം ദേവി പൂജകളും എന്ന
നല്ല സദ്യയും സമ്മാനവും ഒന്നും അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലഭനിരയോടും ധന്യസോതുള്ള പദാമ്പത്യത്തെ പാരം തുടക്കുക ഞങ്ങളെ നീ മാറ്റിത്തം കൂടാതെ മംഗളത്തെ ഒറ്റം വെടിഞ്ഞും മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ സർവമംഗളമേവർക്കും നേർന്നിടട്ടെ സർവമംഗളമേവർക്കും നേർന്നിടട്ടെ നാരായണ 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 ഗോവിന്ദോ കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ നല്ല കല്ലു വേണോ ഇന്ദ്രനീലമണി വർണ്ണം കൊണ്ടു ലക്ഷ്മി വക്ഷശീല ചന്ദ്രബോധം ഇളങ്ങു കല്ലു ദേവഗീതം ജഡരമകരത്തിൽ നിന്നോദിച്ച ദേവഗീ മോഹമേറ്റും കല്ലു വേണമോ ഭഗവതിയെ താൻ പകരമായി കൊടുക്കയിൽ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു പിശുക്കന്നെ വാങ്ങിയതാമല്ലോ വേണമോ ഗോപഭാരന്മാരാമുത്തു മാലയുടെ നാടുകാരി ഗോപതിയായി നിന്നും കൃഷ്ണകല്ലു വേണമോ മല്ലവ സ്ത്രീ നികരത്തിൻ ഭുജഗന്ധ ഘോരത്തിൽ നല്ലവണ്ണം രസിച്ച കല്ലു വേണമോ ഇഹപര സുഖങ്ങളിൽ മുഴുകിടാങ്കിൽ പെറ്റുമാ
ശരണം തവ ചരണയുഗം ഹരി ശരണം തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. രുക്മിണി കൃഷ്ണന്മാരുടെ അനുഗ്രഹത്തെ പൂർണ്ണമായും അനുഭവിക്കുക, സ്വീകരിക്കുക. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മഞ്ജുളയല്ല ഗുരുരമ്മയല്ല ഞാൻ എങ്കിലും അങ്ങതൻ ഭക്ത തന്നെ. മഞ്ജുളയല്ല ഗുരുരമ്മയല്ല ഞാൻ എങ്കിലും അങ്ങതൻ ഭക്ത തന്നെ. ഏറെ കടാക്ഷം ചൊരിഞ്ഞില്ല എങ്കിലും ഒന്നു കടാക്ഷിക്കൂ എൻ്റെ കണ്ണാ. ഏറെ കടാക്ഷം ചൊരിഞ്ഞില്ല എങ്കിലും ഒന്നു കടാക്ഷിക്കൂ എൻ്റെ കണ്ണാ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ